ഈ സംഘപരിവാർ സംഘടനകൾക്കായി ഹിന്ദുക്കളെ വിട്ടുകൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ സനാതനധർമ്മത്തെ സംഘപരിവാറിൻ്റെ ആലയിൽ കൊണ്ട് കെട്ടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം വാദമുഖങ്ങൾ കേൾക്കുയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തും വന്നു. അതായത് ഹിന്ദുക്കളെ സംഘപരിവാറിൻ്റെ ആളുകളാക്കി മാറ്റാൻ പാടില്ല. പക്ഷേ ഇതേ ആളുകൾ തന്നെയാണ് രാമായണത്തെപ്പറ്റിയും മഹാഭാരതത്തെപ്പറ്റിയും അവരുടേതായ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നതും എന്ന് തോന്നുന്നു. അല്ല, ഇതുവരെ നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം, ഈ ഞങ്ങൾ എതിർക്കുന്നത് ഹിന്ദുത്വത്തെയാണ്. ഹിന്ദുത്വ മീൻസ് അത് പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ അത് വിവേകാനന്ദൻ്റെ ഹിന്ദു അല്ലെങ്കിൽ ഗാന്ധിയുടെ ഹിന്ദു. അപ്പോൾ ഗാന്ധിയുടെ ഹിന്ദു നല്ലതും ഗോൾവൽക്കറിൻ്റെ ഹിന്ദു മോശവും, ഇതാണല്ലോ പൊതുവായിട്ടുള്ളൊരു. പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒറ്റ പ്രസ്താവനയോടുകൂടി എന്താ മനസ്സിലാവുന്നത്? സനാതനധർമ്മം എന്ന് വെച്ചാൽ ഹിന്ദു ധർമ്മം, ഹിന്ദു എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ്, അത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമാണെന്നാണ്. അപ്പോൾ ഇവരുടെ പൂച്ച് പുറത്ത് ചാടുകയാണ്. സത്യത്തിൽ ഇവർ ആത്യന്തികമായി ഇവരുടെ എതിർപ്പ് അത് പിണറായി വിജയൻ്റെ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ആ സ്കൂൾ ഓഫ് തോട്ടിൽ നിലനിൽക്കുന്ന ആ എക്കോസിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും എതിർപ്പ് ഹിന്ദുവിനോടാണ്, ഹിന്ദു ധർമ്മത്തോടാണ്, സനാതനധർമ്മത്തോടാണ്. സനാതനധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതുകൊണ്ടാണ് അവർ RSSനെ എതിർക്കുന്നത്, അവർ ഹിന്ദു ഐക്യവേദിയെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളെ എതിർക്കുന്നത്. സനാതനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശരിക്കും സാധാരണ പറയുന്നത് കപ്പിത്താനെ ഇല്ലാതാക്കിയാൽ മാത്രമേ കപ്പൽ തകർക്കാൻ കഴിയൂ എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ. യഥാർത്ഥത്തിൽ ഈ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആരൊക്കെ നിലകൊള്ളുന്നോ അവരെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ള നയമാണ്. അപ്പോൾ അത് ആത്യന്തികമായി ഇവരുടെ ലക്ഷ്യം സനാതനധർമ്മത്തെ തകർക്കലാണ്. സനാതനധർമ്മത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടുക, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടുക. സംഘപരിവാർ ഹിന്ദു ധർമ്മത്തിൻ്റെ ഹോൾസെയിൽ ഏജൻസി ഒന്നും ഏറ്റെടുത്തിട്ടില്ല. സനാതനധർമ്മത്തിൽ അങ്ങനെ ആർക്കും ഏറ്റെടുക്കാനും പറ്റില്ല. അത് എല്ലാവർക്കും ഉള്ളതാണ്, അത് ഒടുക്കവും തുടക്കവും ഇല്ലാത്തതാണ്, അതിനെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും. പ്രശ്നം നിങ്ങൾ സനാതനധർമ്മത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ്, നിങ്ങൾ സനാതനധർമ്മത്തോടൊപ്പം നിൽക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ സനാതനധർമ്മത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുകയുമില്ല, സനാതനധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ അംഗീകരിക്കുകയുമില്ല എന്നുള്ളത് ഒരു തരം ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പൊതുസമൂഹത്തിനുള്ളിൽ വ്യക്തമായിരിക്കുന്നത്.